ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൃഷിത്തോട്ടത്തിലാണ്. സോ കുറച്ച് അധികം നാളായിട്ടുണ്ട് ഇതിനെ ഒന്ന് പരിപാലിച്ച്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ നമുക്ക് കാര്യമായിട്ട് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, മഴ ഉള്ളതുകൊണ്ട്. സോ നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇതാ വന്നിരിക്കുകയാണ്. കുറച്ച് അധികം സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറുമട്ട നോക്കിയാൽ ഇച്ചിരി പോകുന്ന ചെടിയായിരുന്നു. ഇപ്പം വലിയൊരു ശാഖ പോലെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിന് കുട്ടികളൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീൻസ് കുഴിച്ച് വെച്ചിട്ടുണ്ട്, പൂത്തിയിട്ടുണ്ട് പോലെ. അപ്പം ഇപ്പം ഏകദേശം പിന്നെ ഈ 2 കറ്റാർ വാഴ മാഷാള്ള നല്ല രീതിയിൽ, കാരണം ഇത് ചാവാറായ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. പിന്നെ അത് എങ്ങനെയൊക്കെയോ പച്ച പിടിച്ച് വന്നിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പമൊക്കെ വന്നിട്ടുണ്ട്. സോ കുഴപ്പമില്ല. പിന്നെ അവിടെ കുറേ കറ്റാർ വാഴ നശിക്കുണ്ടായി. അത് ഓവർ വെള്ളം എത്തിയിട്ടാണോന്ന് അറിഞ്ഞൂടാ, അത് പോയി. ഇതാ ഇവിടെയൊക്കെ വെള്ളലിച്ച് പോയ പോലെ. പിന്നെ പച്ചമുളകിനൊക്കെ നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ എരിവില്ല ഒന്നിലും. ആകെ 2 ചെടിയിൽ മാത്രമേ എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ നല്ല വലിപ്പമുണ്ടെങ്കിലും എരിവില്ല. അതൊരു പ്രശ്നമാണല്ലോ. സോ ഇന്നിപ്പോൾ നമ്മൾ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറേ ചീരൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ടോ, ഇതാ അവിടെ അങ്ങനെ കുറേ ഇടങ്ങളിലായിട്ട് ചീരൻ്റെ കുഞ്ഞു കുഞ്ഞുണ്ട്. സോ നമുക്ക് എന്താക്കാം, ഇതിനെയൊക്കെ ഒന്ന് മാറ്റി പാർപ്പിക്കാം. ലൈക്ക് ഇതുപോലെ ഇതുമ്മ കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണ്. സോ നമ്മൾ എന്താക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതേപോലത്തെ തന്നെ ഒരു സാധനം. സോ അതിലേക്ക് നമ്മൾ എന്താക്കാം, ഇതേപോലെ ഓരോന്നിനെ മാറ്റി പാർപ്പിക്കാം. കുറച്ചും കൂടി വിശാലത ഇരിക്കട്ടെ മുളക്കുമ്പം. സോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ ഇവിടെയൊക്കെ പച്ചമുളകൊക്കെ ഉണ്ട്. ഇത് എരിവുള്ളതാണോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ കുറേ പച്ചമുളക് അത്യാവശ്യം മാഷാള്ള നല്ല രീതിയിലാണ് പച്ച പിടിച്ച് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ ഇതിൽ അടുത്തൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ മത്തൻ മുളക്കുന്നു ഗായ്സ്. കാണിച്ചു തരാം. എന്താ ഇതൊരു മത്തൻ്റെ കുട്ടിയാണ്. സംഭവം പറഞ്ഞാൽ ഇത് ഉമ്മി വേസ്റ്റ് ഇടുന്ന കൂട്ടത്തിൽ ഈ പച്ചക്കറി വേസ്റ്റ് നമ്മളെ കറിവേപ്പിലിൻ്റെ ചോട്ടിലിടുമല്ലോ, അതുപോലെ ഇട്ടിട്ട് മുളച്ചതാണ്. മുളക്കുമ്പോഴും നമുക്കറിയില്ല ഇതെന്താ സാധനമൊന്നും. പക്ഷെ മുളച്ച് വന്നപ്പോഴാണ് നമുക്ക് സാധനം മനസ്സിലായത് ഇത് മത്തനാണ്. ഒന്നല്ല, 2. കുറേ ഇതിന് മുന്നേയും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. അവിടെയൊക്കെ പൂവുണ്ട്. ചോട്ടിൽ ഇത് പച്ചക്കറി വേസ്റ്റ് ഇട്ടപ്പോൾ മുളച്ചതാണ് സംഭവം. എന്തായാലും വളരട്ടെ എന്ന് ആശംസിക്കുന്നു മത്തനോട്. പിന്നെ ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡബ്ബ. ഈ ഡബ്ബയിലേക്ക് നമ്മൾ അവിടെ നിന്ന് ചകിരിച്ചോറെടുക്കുന്നു, ഇട്ട് സെറ്റാക്കുന്നു. ചകിരിച്ചോറ് ഇടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കുറച്ച് വേസ്റ്റ് ആ വലിയ വീപ്പയിലുണ്ട്, ആ വീപ്പയിൽ നിന്ന് എടുത്തിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചകിരിച്ചോറ് ഇട്ടിട്ട് അങ്ങനെയാണ് ഫുൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ഇത് ഗൈസ് പഴുത്ത കുറുമട്ട. കുളത്തിലുള്ള ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് കുറുമട്ട എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഗൈസ് ഇതാണ് കുറുമട്ട. ഇതാണ് കുറുമട്ടൻ്റെ മരം. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലേ. ഇതിന് താഴെ ഒരുപാട് കായകളൊക്കെ ഉണ്ടാവും. പഴുത്താൽ നല്ല രസമാണ്. ഇതൊരുപാട് മധുരമുള്ളൊരു ഫ്രൂട്ടല്ല, കുറച്ച് പുളിപ്പും കുറച്ച് കയ്പൊക്കെ ഉള്ളതായിട്ടുള്ളൊരു ഫ്രൂട്ട്. ബട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു, അതായത് ഷുഗറിനും കാര്യങ്ങളൊക്കെ നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഇതാണ് കുറുമട്ട. ഇതിനെ കേരളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലാരും പൊതുവേ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഈ ഒരു വേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടാക്കാം. ഇതിലേക്ക് എന്താക്കാം, അൺലോഡ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം സാധനങ്ങളൊക്കെ. അങ്ങനത്തെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുക. ഇത് വേണോ ഉമ്മ? ഇതും നമുക്ക് ആവശ്യമില്ല, വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. സോ ബാക്കി സാധനങ്ങളൊക്കെ എന്താക്കാം, ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചെടികൾക്കും എല്ലാത്തിനും നല്ല ഇതാണ്. കൈ കൊണ്ട് ഇളക്കുമ്പോൾ എന്തൊക്കെയോ ജീവജാലങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. സോ ഇതൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ടതാണ്. ചിരട്ട ഉള്ളപ്പോൾ നമ്മൾ എന്താക്കാം, ചിരട്ട കൊണ്ട്
പെറുക്കിയിടുക ചിരട്ട കൊണ്ട് നമ്മൾ പറക്കി. കാരണം ഈ ജന്തുക്കളൊക്കെയാണ് നമ്മുടെ ചെടികൾക്ക് നല്ല നല്ല എന്തെങ്കിലുമൊക്കെ തരുമല്ലോ. ഇവിടെ ഒരുപാടുണ്ട് ഗൈസ്, നല്ലോണം ഉണ്ട്. കാണുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞോടാ. കണ്ടാ പൂക്കുള്ള ആൾക്ക്. ഇതൊക്കെ എന്തായിരുന്നു ഇതിനെ പറയുന്നൊരു പേരുണ്ട്, എന്താണ് എന്തോ ഒരു സാധനം. അപ്പം ഇതൊക്കെ നമുക്ക് എന്താക്കാം, ഈരുള്ളിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഞാനും ഉമ്മയും കൂടിയിട്ട് അതൊക്കെ ഫുള്ള് വാരിയിട്ട് ഇതിലിട്ടിട്ടുണ്ട്. സോ അവിടെയും ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാനും പറ്റും. സോ ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കാം. ബാ, കയ്യോ കുടിപ്പാ. അങ്ങോട്ട് പോ. അത് ചോപ്പത്ത് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമുക്ക് അവിടെ വയ്ക്കാം. എന്നിട്ട് ആ ചതുരിച്ചോറെടുത്ത് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. അതെ, ഓ ആ ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവിടെ ഇവിടെ കാട്ടി ഇവിടെ കുറച്ച് പേരുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേരുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേരുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കാരണം ഇതിലൂടെ ഉണ്ടല്ലോ ഇവിടെ പോയി. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ പറിച്ചിട്ട് നമ്മൾ അതിലോട്ട് നട്ടിക്കാം, അതിലോട്ടും ഇടാം. ഇതാ ഗൈസ്, നമ്മുടെ ചീരനൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിലോട്ടും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു തോട്ടത്തിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം കൈ ഒന്ന് കഴുകാം. ഇതിൽ കുറേ സാധനമുണ്ട്. പപ്പായ ഉണ്ട്, പിന്നെ പനിക്കൂർക്ക ഉണ്ട്, പിന്നെ പൊംഗ്രാനൈറ്റിൻ്റെ ചെടി, പിന്നെ മൈലാഞ്ചി ചെടി. ഈ 4 ചെടിയും ഈ ഒരു നെല്ലാണ് മുളക്കുന്നത്. സത്യത്തിൽ അതിങ്ങനെ പ്ലാനഡ് ആയിട്ട് വെച്ചതല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഈ മൈലാഞ്ചി കുഞ്ഞു ചെടികളാണ് തിളിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇതിൽ ശരിക്കും ഉണ്ടായിരുന്നത് ഈ മാതള നാരങ്ങ പൊംഗ്രാനൈറ്റ് ഇല്ലേ, ആ ചെടിയാണ് ഇവിടെ ഉള്ളത് ശരിക്കും. പിന്നെ അതിൻ്റെ കൂടെ പനിക്കൂർക്ക വന്നു, പിന്നെ പപ്പായ വന്നു, ലാസ്റ്റായിട്ടാണ് മൈലാഞ്ചി വന്നത്. മൈലാഞ്ചിക്ക് വേറൊരു ചെടി ഉണ്ട്, അതാണ് ശരിക്കും മൈലാഞ്ചീൻ്റെ ആ ഒരു ബക്കറ്റ്. ഇതിനെന്തിനോ വെറുതെ വെച്ചാൽ തോന്നുന്നു ഉമ്മി മുളച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ഇതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മുളക്കുന്നു. ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി മുളച്ച് വന്നാലേ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒരു ജസ്റ്റ് എന്താ പറയുക, കാണുമ്പോൾ ഒരു മറ്റേ ഇതിൻ്റെ, അതായത് ഇതിൻ്റെ ഒരു തൊട്ടാവാടിയുടെ ഒരു സ്ട്രക്ചറാണ്. പക്ഷെ തൊട്ടാവാടി അല്ല, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മളെ മൈലാഞ്ചി ചെടി. ഇതിലൊരു മുളക് മുളക്കുന്നുണ്ട്, സോറി മുളക് ചെടിയാണിത്. പിന്നെ ഒരു ചെടി അവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. കാരണം അത് കാര്യം പോലെ ആ ചാക്കിൽ മുളപ്പിച്ചതായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ചാക്ക് എത്ര വലിച്ചിട്ടും വരുന്നില്ല. അത് ആ ഒരു കോൺക്രീറ്റിൻ്റെ കൂടെ ഒട്ടിപ്പോയതാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തന്നെ ഇടുന്ന് വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതവിടെ ഒറ്റപ്പെട്ടു പോയതാണ്, അല്ലാണ്ട് അതിനെ മാറ്റി നിർത്തിയതല്ല. ദെൻ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് വെറുതെ ഇങ്ങനെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് ചരലുണ്ടല്ലോ, അപ്പോൾ വെറുതെ ഇട്ടേക്കാന്നും പറഞ്ഞിട്ടാണ് ഇതിനെ ഇട്ടത്. ഇത് നല്ല പുഷ്ടിപ്പെട്ട് വളർന്നിട്ടുണ്ട്. അവിടെ ചാക്കിലൊക്കെ, അതായത് മറ്റേ നമ്മൾ ബാഗിലിട്ട് വളർത്തിയനെയോ വെള്ളപ്പാണ്ടി പോലെ ആയിട്ടുണ്ട്. അതാണ് പറയുന്നത്, കെയർലെസ് ആയിട്ട് വളർത്തുമ്പം നല്ലോണം വളരും. നല്ല കെയർ കൊടുത്ത് വളരുമ്പം ഊള പോലെ വളരും. അങ്ങനെയാണ്. അതൊക്കെ ചെടികളുടെ കേസൊന്നല്ല, മൊത്തത്തിൽ നമ്മൾ എന്ത് കാര്യം കെയർ ചെയ്ത് ചെയ്യുമ്പോൾ
അതിനൊരു ഇതുണ്ടാവൂല, ഒരാവേശം. കെയർ ചെയ്യാണ്ട് വളർത്തി നോക്കൂ, നല്ല ആവേശമായിരിക്കും. ആ ഒരു ചെടി നല്ല രസമുള്ള ചെടിയാണ്. ഇന്നതാ അടുത്ത വീണ്ടും കുറുമട്ട. ഈ കുറുമട്ട ചെടികൾ ഇങ്ങനെ തന്നെ മുളച്ചതാണ്. ഇതാണ് താഴെ വേറെ ഒരെണ്ണം, അതിൻ്റെ അപ്പുറത്ത് കുറച്ചധികം ഉണ്ട്. എനിക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അതാണ്. സോ ചെടിക്ക് വെള്ളം ഒഴിക്കാം. അവിടെ ഒരു കുറുമട്ട. അത് കർസക്കാണ്, പപ്പായ ആണ്. പക്ഷെ തല ആരോ കൊയ്തെടുത്തു ഗൈസ്. നമുക്ക് ഇതിലോട്ടൊക്കെ വെള്ളം ഒഴിച്ചെടുക്കാം. ഇതൊക്കെ കെയർ ചെയ്ത് വളർത്തിയാണ്. പക്ഷെ വേണ്ട, വളരല് മാത്രമേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. ഇതിലൊരു കുറുമട്ട. ഇതൊക്കെ എന്താണ്, ഇതിലെന്തൊക്കെ എന്ത് കാര്യം എനിക്കറിഞ്ഞൂടാ. ഉമ്മ വെച്ചതല്ലേ, വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ചെടി എന്തായാലും എന്താ, വെള്ളം കുടിച്ച് പാവങ്ങളൊക്കെ ജീവിക്കട്ടെ. അവിടെ ഒരു ചീരയുണ്ട്, ഇതവിടെ ഒരു മൈലാഞ്ചി ചെടിയുണ്ട്. അതെന്തോ ഒരു ചെടിയാണ്, ഇതിൻ്റെ കൂട്ടാണ് അതും. കായ് വരുന്നുണ്ട്, നമുക്ക് കാണുമ്പോൾ കാണാം. കായ് വരലുള്ളൂ, പക്ഷേ അങ്ങോട്ടേക്ക് അതിൻ്റെ അപ്പുറം പോകുന്നില്ല. ഇത് കറ്റാർവാഴൻ്റെ അടുത്തൊക്കെ മൈലാഞ്ചി. അതൊക്കെ ഉമ്മാൻ്റെ പണിയാണ് ഗൈസ്. ഇതൊക്കെ വെളുത്തുപോയി, വെള്ളം കൂടിയിട്ടാണെന്ന് തോന്നുന്നു. ഇനി വെള്ളം ഒഴിക്കണ്ട എനിക്ക്. നമുക്ക് ഇതിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ്. ഓ ഗൈസ്, പിന്നെ ഒരു കാര്യം മറന്നു, ഇതിൽ വെള്ളം ഒഴിച്ചില്ല. ഇതിൽ നമുക്ക് ഒരുപാട് വലിയ കറിവേപ്പില വന്നതായിരുന്നു, പക്ഷേ അതിലും എന്തോ പറ്റി. കാരണം ഇപ്പം അതിൻ്റെ തളിരുകൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ മെയിൻ ശാഖകളൊക്കെ പോയി. എന്തെല്ലാം അസുഖമായിരിക്കും. ഇപ്പം ചെയ്ത ചീര അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സോ അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് ഓഫ് ചെയ്യാം. സോ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോവാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് പച്ചക്കറി കൃഷിയാണ് കാണിച്ചത്. ഇത് അപ്സ്റ്റെയറാണ്, ഇവിടെ പണിയൊന്നും കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഗായ്സ്.